നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇൻ്റർസെപ്റ്റർ 650യുടെ ഒരു സിനിമാറ്റിക് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് കണ്ടു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഈ ഒരു വീഡിയോ എടുത്തതിൻ്റെ ബിഹൈൻഡ് ദ സീൻസും അതുപോലെ തന്നെ ഒരു ഓട്ടോമേറ്റീവ് വീഡിയോ എടുക്കാനുള്ള ടിപ്സിനൊക്കെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളെന്തായാലും ആ വീഡിയോ കണ്ടിട്ടില്ല, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ബിഹൈൻഡ് ദ സീൻസിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്തായാലും ഞാൻ പറയുകയാണ്, ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലെങ്തി ആയിരിക്കും, കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ബൈക്ക് എടുത്ത അപ്പോൾ തൊട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ ബൈക്കിൻ്റെ ഒരു നല്ലൊരു സിനിമാറ്റിക് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെന്നൈയിലാണ് പഠിക്കുന്നത്, ബൈക്ക് നാട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ചെയ്യാനായിട്ട് അത്യാവശ്യം ഒരു ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ ബൈക്കിന് ഞാൻ സെറാമിക് അടിച്ചു. അപ്പോൾ കറക്റ്റ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ജൂലൈയിൽ ഒരു റീകോട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ റീകോട്ടിങ്ങിൻ്റെ അവിടെ കൊണ്ടുപോയപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നതാണ്, നമ്മളൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിലിടാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി വീഡിയോസ് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ നമ്മളോട് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത വർക്കാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ മുമ്പ് ചെയ്ത ഒരു പറയത്തക്ക നല്ലൊരു ഓട്ടോമേറ്റീവ് വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എന്തായാലും എനിക്ക് എൻ്റെ ബൈക്കിൽ ഒരു വീഡിയോ എടുക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ സെറാമിക് അടിക്കുന്ന ഒരു പോർഷനോട് കാണിച്ച് നമുക്ക് കൊളാബറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ആ ഒരു പോയിന്റിലോട്ട് എത്തിയത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ മുമ്പേ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബിഹൈൻഡ് ദ സീൻസിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും ഞാൻ ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാം. ഞാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം നമ്മുടെ വീഡിയോയുടെ മ്യൂസിക് ഞാൻ സെറ്റാക്കി വെച്ചു. അതായത് ഞാനൊരു യൂട്യൂബിലാണ് ഞാൻ മ്യൂസിക് കണ്ടുപിടിച്ചത്. ഹൗളിംഗ് അറ്റ് ദ മൂൺ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക്കാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഏതൊരു പാട്ടായാലും ആ പാട്ടിൻ്റെ ഒരു സ്പെസിഫിക് ഭാഗത്ത് നമുക്കൊരു ബീറ്റ് ഡ്രോപ്പോ അല്ലെങ്കിൽ ഒരു ഫോളോ അല്ലെങ്കിൽ ഒരു കോറസൊക്കെ വരുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനത് ഉദ്ദേശിച്ചത് ആ ഭാഗമായിരിക്കും നമ്മുടെ പാട്ടിൻ്റെ ഏറ്റവും അടിപൊളി ഭാഗം. ഞാൻ മ്യൂസിക് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിന് നമുക്ക് അവസാനിക്കാൻ പറ്റിയൊരു പോയിന്റ് നോക്കിയപ്പോൾ 1 മിനിറ്റ് 26 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഫിക്സ് ചെയ്തു. അവിടെ നമ്മുടെ പാട്ട് കട്ട് ചെയ്തു. ഇനി ആ ഒരു ലെങ്ത്തിൽ നമുക്കൊരു ബീറ്റ് ഡ്രോപ്പ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ആ പാട്ടിൻ്റെ ഏറ്റവും അടിപൊളി ഭാഗം. ഇനി ഞാൻ എൻ്റെ വീഡിയോ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ബീറ്റ് ഡ്രോപ്പിനാണ് നമ്മുടെ ബെസ്റ്റ് ഷോട്ട് ഞാൻ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ ബീറ്റ് ഡ്രോപ്പിന് ശേഷമുള്ള ഷോട്ടുകളും ബീറ്റ് ഡ്രോപ്പിന് മുമ്പുള്ള ഷോട്ടുകളായിട്ട് ഞാൻ നമ്മുടെ വീഡിയോനെ ഒന്ന് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ബീറ്റ് ഡ്രോപ്പിൻ്റെ സമയത്ത് ആ ഒരു ഷോട്ടിന് ആ ഷോട്ട് അത്ര അടിപൊളിയായിരിക്കണം. അതുമാത്രമല്ല, ആ ഷോട്ടിന് ആ ഒരു പഞ്ച് കിട്ടണമെങ്കിൽ അതുവരെയുള്ള ഷോട്ടുകൾ നമുക്ക് കുറച്ച് ഡള്ളായാലും കുഴപ്പമില്ല. ആ ഡള്ള ഷോട്ടുകളിന് ശേഷം നമുക്ക് ഈ ഒരു ബീറ്റ് ഡ്രോപ്പിൽ കറക്റ്റ് ഒരു അടിപൊളി ഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വേർത്തായിരിക്കും. പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് നോർമലായിട്ട് കാണിക്കാൻ പറ്റുന്ന ഷോട്ടുകളാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഷോട്ടുകൾ പ്ലാൻ ചെയ്തത്. ഞാൻ എല്ലാ ഷോട്ടുകളും ഞാനൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനായിട്ട് എല്ലാ ഷോട്ടും ഞാൻ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്, എൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് സോണി A6400 ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് സിഗ്മ 30mm 1.4 ആണ്. ഞാൻ ഗിംബൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഷിയൂൺ ക്രെയിൻ M2, പിന്നെ ഗോപ്രോ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഐറ്റംസിൻ്റെയും റിവ്യൂ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ക്യാമറ സെറ്റിങ്സിനെ പറ്റിയിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 120 FPS-ലാണ് 2 ക്യാമറയിലും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോണിയിലും അതുപോലെ തന്നെ ഗോപ്രോ ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ ഷോട്ടും 120 FPS-ലാണ്. പിന്നെ നമ്മുടെ കളർ പ്രൊഫൈല് ഞാൻ സോണിയിൽ ഞാൻ HLG 3-ലാണ് ഇട്ടേക്കുന്നത്. ഗോപ്രോയിൽ ഞാൻ ഫ്ലാറ്റ് പ്രൊഫൈലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് വൈറ്റ് ബാലൻസ് ആണ്. അത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യരുത്. കാരണം വൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നിലധികം ക്യാമറയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ ക്യാമറയിലും ഓരോ വൈറ്റ് ബാലൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു തലവേദന ആയിരിക്കും. അപ്പോൾ എന്താണ് വൈറ്റ് ബാലൻസ് എന്നും നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഐ കാർഡിലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാം. അപ്പോൾ ബേസിക്കലി ഇതൊക്കെ തന്നെയാണ് എൻ്റെ ക്യാമറ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മുടെ സെറ്റായി. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഷോറൂമിൽ പോയിട്ട് നമ്മുടെ ഷോട്ടുകൾ എടുക്കാൻ തീരുമാനിക്കുകയാണ്. ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ ആദ്യത്തെ ഷോട്ട് നമുക്ക് ചേട്ടൻ ബൈക്ക് തള്ളി ഉള്ളിലേക്ക് കയറണം. അപ്പോൾ ഞാനത് എടുത്തു. അങ്ങനെയാണ് നമ്മൾ ഷോട്ടുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത ഷോട്ടുകൾക്ക് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ആ ഷോട്ടുകൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടൈം ഉണ്ടെങ്കിലാണ് നിങ്ങൾ എന്തായാലും കുറേ എക്സ്ട്രാ ഷോട്ട്സ് നിങ്ങൾ എടുത്ത് വെക്കണം. കാരണം ചില ഷോട്ടുകൾ നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ അടിപൊളിയായിരിക്കും, നമ്മൾ വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ തേങ്ങയുടെ കൂടെ അത് ഫോക്കസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ച് എക്സ്ട്രാ ഷോട്ട്സ് നിങ്ങൾ എടുത്ത് വെച്ചോളൂ. അത് ഒരു സേഫ്റ്റി പർപ്പസിനാണ്. അപ്പോൾ നമുക്ക് ബിഹൈൻഡ് ദ സീൻസിലോട്ട് പോകാം. ഞാൻ എടുത്ത ഷോട്ടുകളും അതെങ്ങനെയാണ് എടുത്തതെന്നും കളർ ഗ്രേഡിങ് കുറച്ചൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
അപ്പോൾ ഇത്രയും ഷോട്ടുകൾ നമ്മൾ കണ്ടല്ലോ. നമ്മൾ അതുപോലെ തന്നെ ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇൻ ക്യാമറ ട്രാൻസിഷൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമുക്ക് ട്രാൻസിഷൻസ് കുറേ അവൈലബിൾ ആണ്, നമുക്ക് സോഫ്റ്റ്വെയറിൽ കുറേ ട്രാൻസിഷൻസ് ഉണ്ട്. പക്ഷേ ഇൻ ക്യാമറ ട്രാൻസിഷൻസിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഷോട്ട് എന്തായാലും ഇൻ ക്യാമറ ട്രാൻസിഷൻ ചെയ്തിട്ട് ഒരു ഷോട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഷോട്ട് ഞാൻ എടുത്തത് ഇതാണ്. നമ്മൾ ഈ ഓസോൺ എന്ന് പറഞ്ഞാൽ അവരുടെ ലോഗോ ഒന്ന് അങ്ങനെ വന്ന് ഒരു പില്ലറിലോട്ട് പോയിട്ട് ക്രോസ് ചെയ്ത് പോവാണ്. രണ്ടാമത്തെ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ ബൈക്ക് കോട്ടിങ് ഒക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ടിരിക്കുന്ന ഒരു അടിപൊളി ഷോട്ടാണ് രണ്ടാമത്തെ ഷോട്ട്. അപ്പോൾ ഇത് നമ്മൾ മാസ്കിങ് വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ക്യാമറ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ആ പില്ലറിനെ ക്രോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നെ നമ്മൾ ഈ ഷോട്ടിൻ്റെ ബാക്കി കാണിക്കുന്നില്ല. ആ പില്ലർ ക്രോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഷോട്ട് നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ആ എസ്റ്റാബ്ലിഷ് ഷോട്ട് കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോയുടെ ഒരു ഭാഗം കഴിഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ബീറ്റ് ഡ്രോപ്പാണ്. അപ്പോൾ അത് ഞാൻ എടുത്തത് നമ്മുടെ ഷൂട്ടിൻ്റെ ഡേ 1 കഴിഞ്ഞു. പിന്നെ ഒരു 4 ദിവസം നമുക്ക് മഴ കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല, ഹൈവേയിലായതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹൈവേയിലോട്ട് പോയി ഫ്രണ്ട്സിനെ വിളിച്ചു. ഒരുത്തൻ കാർ ഓടിക്കാണ്ടായിരുന്നു, ഒരുത്തൻ ബൈക്ക് ഓടിക്കാണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുക്കേണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയിട്ട് ആദ്യം ഷോട്ടുകൾ ഞാനതും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് ഓടിക്കുന്നതിനടുത്തും കാർ ഓടിക്കുന്നതിനടുത്തും നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട്. അപ്പോൾ കാർ ഓടിക്കുന്ന ആൾ ഇങ്ങനെ പോവുക, ബൈക്ക് ഓടിക്കുന്ന ആൾ ഈ രീതിയിൽ വരണം, അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഹൈവേയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ ആദ്യം എൻഷുർ ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രിക്കോഷൻസ് നിങ്ങൾ എടുത്തിരിക്കണം. സാനിറ്റൈസറും മാസ്കും എല്ലാ കാര്യം എടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പിന്നെ നമ്മൾ നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അതിനനുസരിച്ച് പോകാനായിട്ട്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും തലേന്ന് പുറത്തിടുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റി നമ്മൾ ആദ്യം നോക്കുക. നമ്മുടെ ക്യാമറയും ഗിംബലൊക്കെ കറക്റ്റായിട്ട് ബാലൻസ് ആയിരിക്കണം. കാരണം ആ സ്ക്രൂ ഒന്നും ടൈറ്റ് അല്ലാണ്ട് നമ്മൾ കൈ പുറത്തിട്ട് ഷൂട്ട് ചെയ്യുന്ന നേരത്ത് ക്യാമറ ഒരു വീണ് കഴിഞ്ഞാൽ അത് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്യാമറ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഗിംബലിൽ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ ഗിയറൊക്കെ സേഫാണെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമ്മളും സേഫാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇങ്ങനെ തലയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് വീഡിയോ എടുക്കുക. കാരണം ഒരു പാണ്ടിലൂർ വരണേരത്ത് നിങ്ങൾ തല പുറത്തിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ വീഡിയോയുടെ റിലീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയതിന് ശേഷം സേഫാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുക. ഷോട്ടുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക. എടുത്ത് തന്നെ വണ്ടി സൈഡാക്കി ഇടുക. നമ്മൾ നോക്കുക, നമ്മൾ ഷോട്ട് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അടുത്ത ഷോട്ടിലോട്ട് പോവുക, അല്ലെങ്കിൽ നമ്മളത് റീടേക്ക് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഷോട്ടുകളൊക്കെ എടുക്കണേ. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ മെയിൻ ഷോട്ട് എടുത്തു. അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ്, നമ്മുടെ സൈഡ് വ്യൂ എടുത്തു, അതുപോലെ തന്നെ നമ്മുടെ ടാങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ മെയിൻ ഷോട്ടൊക്കെ എടുത്തതിനപ്പോൾ എനിക്ക് ഗോപ്രോയിൽ ഒരു ഷോട്ട് എടുക്കണമെന്നായിരുന്നു. അതായത് നമ്മുടെ ക്യാമറ നമുക്ക് ബൈക്കിൻ്റെ അത്രയും ക്ലോസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഒരു ഗ്രൗണ്ട് ഷോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗോപ്രോയിലെ പറ്റുള്ളൂ. കാരണം ഗിംബലും നമ്മുടെ ഈ എക്സ്പെൻസീവ് ക്യാമറ വെച്ച് നമുക്ക് അത്രയും ഗ്രൗണ്ട് ഒരു റിസ്കി ഷോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയും ഗിംബലും മാറ്റി വെച്ചിട്ട് നമ്മുടെ ട്രൈപോഡ് എടുത്തു. കാരണം നമുക്ക് കുനിഞ്ഞ് ബൈക്കിന് ടയർ വേറെ കുനിഞ്ഞ് വീഡിയോ എടുക്കാൻ നടക്കില്ല. നമ്മുടെ ട്രൈപോഡ് എടുത്തു. ട്രൈപോഡിൻ്റെ എല്ലാ ലെഗും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ക്യാമറ ഗോപ്രോ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ ജസ്റ്റ് സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് നമ്മുടെ ട്രൈപോഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് റോഡിൻ്റെ അടിയിലോട്ട് പിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഷോട്ട് എടുത്തേക്കണേ. അപ്പോൾ അങ്ങനെയാണ് ഗോപ്രോ ഷോട്ട് എടുത്തേക്കണേ. അതിനുശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പീച്ച് റോഡിലോട്ട് പോയി. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചുകൂടി തിരക്ക് കുറഞ്ഞ റോഡായിരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് ബാക്ക് സീറ്റിൽ നിന്ന് ഞാൻ കാറിൻ്റെ ഡിക്കിയിലോട്ട് ഇരുന്നു. ഡിക്കി തുറന്നിട്ടൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ സേഫായിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സീറ്റിലെ സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ക്രിസ് ക്രോസ് ആയിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് സേഫ്റ്റി എൻഷുർ ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ചെയ്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗിംബലിൽ നമ്മുടെ ക്യാമറ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തിട്ടാണ് ഈ കാണുന്ന ഷോട്ടുകളൊക്കെ നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഞാനൊരു ലോ ഗ്രൗണ്ട് ഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഗ്രൗണ്ട് ഷോട്ടൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ഡയറക്റ്റ് ക്യാമറയുടെ ലെൻസിലോട്ട് അടിക്കരുത്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് ആവില്ല. അപ്പോൾ ഞാൻ സോണി A64 യൂസ് ചെയ്യുന്നത്, സിഗ്മയുടെ ലെൻസാണ്. അപ്പോൾ ഓട്ടോ ഫോക്കസിലാണ് ഞാൻ എല്ലാ വീഡിയോ എടുത്തേക്കണത്. ഒരു ഷോട്ട് പോലും ഞാൻ മാനുവൽ ഫോക്കസിൽ എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല, കാരണം ഓട്ടോ ഫോക്കസ് അത്രയും അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ഡയറക്റ്റ് ലൈറ്റ് ലെൻസിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഫോക്കസ് ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ 2-3 ഷോട്ടൊക്കെ വേസ്റ്റ് ആയിപ്പോയി, എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് ഷോട്ടുകൾ കൂടുതൽ എടുത്തേക്കണത്. അപ്പോൾ നിങ്ങളങ്ങനെ ബൈക്കിൽ ഓടിക്കുമ്പോൾ നിങ്ങൾ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യണം, എന്നാലും കുറച്ചെങ്കിലും കിട്ടുള്ളൂ. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ചാനൽ ഓഫ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഈ ഇൻ്റർസെപ്റ്ററിൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ടൊരു ഓപ്ഷനില്ല. ഡിഫോൾട്ടായിട്ട് അതൊരു ഓൾവേസ് ഓൺ ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റാണെന്ന് വെച്ചാൽ നിങ്ങളത് ഓഫ് ചെയ്തെടുക്കുക. നിങ്ങൾ കാറിൻ്റെ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എടുക്കുക. അതല്ല നിങ്ങളുടെ ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്യൂ ആയിട്ട് വരില്ല.
അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ ഷോട്ടുകളൊക്കെ എടുത്തത്. അതിനുശേഷം നമുക്കൊരു എൻഡിങ് ഷോട്ട് എടുത്തിട്ട് നമ്മളെ വീഡിയോ ഷൂട്ട് നമ്മൾ അവസാനിപ്പിച്ചു. അടുത്തതെന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ആണ്. അപ്പോൾ എഡിറ്റിങ്ങിന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കോപ്പി ചെയ്തിട്ടു. അതിനുശേഷം നമ്മൾ നമ്മുടെ പാട്ട് ഒരു 1-2 വട്ടം കേട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഷോട്ടുകൾ നമ്മളൊന്നും കൂടി ഒന്ന് ഫിക്സ് ചെയ്തു. അതായത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കാത്ത കുറച്ച് ഷോട്ടുകളൊക്കെ നമ്മൾ അവിടെ പോയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഒരു 5-6 റീടേക്ക് ഉണ്ടെങ്കിൽ എന്തായാലും 5ാമത്തെ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഷോട്ട് ആയിരിക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാകുക. അപ്പോൾ നമ്മൾ ആ ഷോട്ട് നമ്മൾ വേറൊരു ഫോൾഡറിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്തിടാം. എന്നിട്ട് നമ്മൾ ആ ഷോട്ടിനെ റീനെയിം ചെയ്തിട്ട് 0 എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ഓർഡറിൽ നമ്മൾ സംഭവങ്ങൾ കോപ്പി ചെയ്തിടുക. അതായത് 0, 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം നമ്മൾ വേറൊരു ഫോൾഡറിലോട്ട് കോപ്പി ചെയ്തിടുക. അങ്ങനെയാണ് ഞാൻ ഇത് എഡിറ്റിങ്ങിലൂടെ തുടങ്ങിയത്. അങ്ങനെ ആ കോപ്പി ചെയ്ത് വെച്ചാൽ സെലക്റ്റഡ് ഫയൽസ് മാത്രം ഞാൻ പ്രീമിയറിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മുടെ PC അല്ലെങ്കിൽ തന്നെ സ്ലോ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ 120 FPS എടുത്ത എല്ലാ ഫോട്ടോസും നമ്മൾ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എത്തും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യമുള്ള ഫയൽസ് മാത്രം നമ്മൾ പ്രീമിയർ പ്രോയിലോട്ട് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ മ്യൂസിക് ഡ്രാഗ് ചെയ്യുക. കറക്റ്റ് ബീറ്റിനനുസരിച്ച് നമ്മൾ മ്യൂസിക് കട്ട് ചെയ്യുക. എന്നിട്ട് വേണം നമ്മുടെ ഷോട്ടുകൾ നമ്മൾ ടൈം ലൈനിലോട്ട് ഇടാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മൊത്തത്തിൽ കളർ ഗ്രേഡിനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഒറ്റ ലട്ടാണ്. അപ്പോൾ ആ ഒരു ലട്ട് ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ ലിങ്കിൽ നിങ്ങൾക്ക് ആ ലട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സൗണ്ട് എഫക്ട്സ് ആണ്. ഞാൻ വല്ലാണ്ട് ഡീറ്റെയിലിംഗ് സൗണ്ട് എഫക്ട്സിന് കൊടുത്തിട്ടില്ല. ഞാൻ ആ കൂടി യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഇൻ്റർസെപ്റ്ററിൻ്റെ പ്യുവർ എക്സോസ്റ്റ് സൗണ്ട് ഇല്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ആകെ കൂടിയുള്ള സൗണ്ട് എഫക്ട്സ്. അതും ഞാൻ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്തിട്ടു. പിന്നെ നമ്മൾ സ്പീഡ് റാമ്പിങ്ങും സ്ലോ മോഷനൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റിയതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ഫൈനൽ ഔട്ട്ലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മുടെ ബിഹൈൻഡ് ദ സീൻസും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കറിയാം വീഡിയോ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. കുറേ പേരൊക്കെ പകുതി വെച്ച് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമേറ്റീവ് വീഡിയോസ് എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട് ഒന്നുകൂടി കാണാം. I came from the mud, there's dirt on my hands. Strong like a tree, there's roots where I stand. Oh, I've been running from the love.